ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പൂരി മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടണം. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കടലപ്പരിപ്പ്, വറ്റൽമുളക് ഒരു രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാനൊരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുത്ത് വഴറ്റണം, ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം സൈസ്. ഇനി ഞാൻ രണ്ട് കാര്യം മറന്നു. ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ അതും കൂടി ഇട്ടൊന്ന് വഴറ്റണം. അത് ആദ്യം ഇടേണ്ടത് ഞാൻ മറന്നു പോയതാണ്. അത് ഇട്ടിട്ട് വേണം നമ്മൾ സവാള ഇട്ട് വഴറ്റാനായിട്ട്. ഞാനത് മറന്നുകൊണ്ട് ഇപ്പോഴാണ് ഇട്ടത്. അതും കൂടി ഇട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, കുറച്ച് വഴന്നാൽ മതി. അതോടൊപ്പം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ലൊരു കറിയാണ്, പൂരി മസാല ആണെന്ന് അതിൻ്റെ പേര്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കറിയായത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് അത് വഴന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റേ ഉള്ളൂ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കാം. കുറുകിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉടച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. പൂരിക്കാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. ഇതാ ഇത്രയും ചേർത്ത് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കതൊരു കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ആ മസാല എല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരി മസാല റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്, പക്ഷേ പൂരിക്കാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ ബൈ.